മനുഷ്യജീവിതത്തിൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അന്നേ ദിവസം നമ്മളെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും നമ്മളൊരു വീർത്തൊരു പരിവായിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ഏഴാമത്തെ ദിവസമാകുമ്പോഴേക്കും ഏകദേശം നമ്മൾ ആ വീർത്ത ശരീരം ഒന്ന് ചെറുതായിട്ട് ചുങ്ങി നിൽക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് 30ാമത്തെ ദിവസമാകുമ്പോഴേക്കും നമ്മുടെ ആ ശരീരം മൊത്തം പുഴുക്കളെ കരിച്ച് നമ്മളെ വേറൊരു തരത്തിലേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതിനുശേഷം 100ാമത്തെ ദിവസം നമ്മളെന്തായിരിക്കും? വെറും അസ്ഥികൂടം മാത്രമായിരിക്കും. നമ്മുടെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണത്. അപ്പോൾ ഒരു മരിച്ചുപോയ ഒരാളെ ഒരു സംഭവമാണ് നമ്മളെ ഖുർആനിൽ ശരിക്കും പറയുന്നത്. ശരിയാണ് ജീവിതത്തിൽ. അപ്പോൾ ഈ ജീവിതം നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിച്ച് നല്ല രീതിയോടെ ജീവിക്കാനുള്ള. നമ്മളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും പലരും പല തരത്തിലുള്ള ജീവിതങ്ങളാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതൊക്കെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാറുണ്ട്. മിക്കവാറും ഇങ്ങനത്തെ കുറേ ആളുകളെ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ തന്നെ നമ്മൾ ഇഷ്ടം പോലെ ആളുകളെ കാണാറുണ്ട്. അമ്മയെ തലക്കടിച്ച് കൊല്ലുന്നു, അച്ഛനെ തലക്കടിച്ച് കൊല്ലുന്നു, സ്വന്തം അമ്മയെ വേറൊരു തരത്തിൽ ചെയ്യുന്നു, അച്ഛന്മാർ മക്കളെ വേറെ തരത്തിൽ ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒരുപാട് ലഹരികൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണത്താലും ഒരുപാട് ആളുകൾ ഇതുപോലെ മാറിപ്പോകുന്നുണ്ട്. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയാണ് ഏറ്റവും വലിയ ദൈവം എന്ന് മനസ്സിലാക്കുക. അതിനപ്പുറം നമുക്ക് ദൈവങ്ങളൊന്നുമില്ല. പിന്നെല്ലാം നമ്മൾ കൺകണ്ട ദൈവങ്ങളെ വിളിക്കുന്നു എന്ന് മാത്രം. പക്ഷേ നമ്മുടെ ഈ ഖുർആനിൽ പറഞ്ഞ വാക്ക് എത്ര ശരിയാണ്. അങ്ങനെ ആ ഖുർആനിൽ പറഞ്ഞ വാക്കുകൾ അത്രയും ശരിയായതുകൊണ്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം നമ്മളൊക്കെ ഇതുപോലെ ആവേണ്ട ആളുകളാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ അഹങ്കരിച്ച് ജീവിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അഹങ്കരിക്കേണ്ട. സ്നേഹിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല തരത്തിലും ജീവിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. നമുക്ക് എന്തായാലും തോറ്റുപോകാതിരിക്കാൻ നമ്മൾ ആ തോൽവിയിലേക്ക് നമ്മൾ ചെന്ന് ചാടരുതേ. നമ്മളെപ്പോഴും വിജയിച്ചു കൊണ്ടിരിക്കണം. വിജയത്തിന് എന്താണോ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾക്ക് ചെയ്യാൻ തോന്നുന്നത് നമ്മൾ ചെയ്യുക. മറ്റൊരാളുടെ സഹായത്തോടെ നമ്മൾ ചെയ്യാതിരിക്കുക. മറ്റൊരാളുടെ സഹായത്തോട് ചെയ്യുമ്പോൾ നമുക്കത് മുന്നോട്ട് കയറിപ്പോകാനുള്ള ഒരു പടി ആയിരിക്കില്ല. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യാം. നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും.